Yo, what's going on guys? Pix here. Welcome back to brand new vlog guys. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് ഗൈസ്. ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയ് 13, 2025. അതായത് ഇതേ ദിവസം 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയ് 13. സോ ഇന്ന് നമ്മുടെ 4th ആനിവേഴ്സറി ആണ് ഗൈസ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ ഫോർ മീ എന്നൊക്കെ പറയാൻ പറ്റും. 4 കൊല്ലം കൊണ്ട് നമ്മൾ ഏകദേശം 2,53,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. 2 കോടിയിലധികം വ്യൂ നമ്മളിപ്പം കവറപ്പ് ചെയ്തിരിക്കുന്നു. സോ ഒത്തിരി പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഗൈസ്. പിന്നെ പ്ലേ ബട്ടൺ നമ്മുടെ കൈകളിലേക്ക് വന്ന് ഒത്തിരി സംഭവങ്ങൾ വന്ന് എല്ലാ സംഭവം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം പോസിബിൾ ആയ. സോ അതിന് ഞാൻ താങ്ക്ഫുൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് അത്രയും എന്റെ ഹാർട്ടിൽ നിന്ന് ബോട്ടം ഓഫ് മൈ ഹാർട്ട് ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്, ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു. ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ ഒന്നും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രയുള്ള എമൗണ്ട് ഒന്നും എന്റെ കയ്യിലില്ല ഗൈസ്. അപ്പം എന്റെ ഉള്ള രീതിയിൽ ഞാൻ ഒരു 3 കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇന്നത്തെ ഒരു ഡേ കുറച്ചുകൂടെ ഹാപ്പിനെസ് ആക്കാൻ എനിക്ക് തോന്നുന്ന 3 കാര്യങ്ങൾ. അതിൽ ഒന്ന് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോയാണ്. ഒന്ന് മാംഗോ ലസ്സി. നിങ്ങളിപ്പോ വണ്ടർ ആയി കാണൂല്ലേ? അയ്യോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ ലസ്സി എന്ന് പറഞ്ഞാൽ എനിക്കൊരു നൊസ്റ്റാൾജി ആയിട്ടുള്ളൂ. ഞാൻ എണീക്കിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു 7 കൊല്ലം മുമ്പ് ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അവിടെ ഒരു 6 മാസം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു കൂൾ ബാർ ഉണ്ട്. അപ്പൊ അവിടുന്ന് സ്ഥിരം കുടിക്കുന്ന സംഭവമായിരുന്നു ഈ മാംഗോ ലസ്സി എന്ന് പറഞ്ഞാൽ. വേറെ എന്ന് പറഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കവറിൽ കിട്ടിയ ഒരു ഫുഡാണ് കിട്ടുന്നത്. അപ്പൊ അതും കഴിക്കും. പിന്നെ ഈ മാംഗോ ലസ്സി, ഇത് രണ്ടുമാണ് ഡെയിലി പോകുന്ന സംഭവം പറഞ്ഞത്. പിന്നെ വല്ലപ്പോഴ ഒരു ഞായറാഴ്ച വല്ലതും വന്നു കഴിഞ്ഞാൽ വല്ല തട്ട് ദോശയോ വല്ലതും കഴിക്കാനായിട്ട് പോകും. ഇതായിരുന്നു ഇങ്ങനെ ഇരുന്ന ഒരു കണ്ടിന്യൂസ് ഒരു 6 മാസത്തോളം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അന്ന് ഉള്ളതിൽ ഏറ്റവും ആഗ്രഹിച്ച് കുടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ മാംഗോ ലസ്സിയാണ്. അപ്പൊ അങ്ങനെ അത് കുടിച്ച് അഡിക്റ്റ് ആവുകയും ചെയ്ത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ 1-2 തവണ ഞാൻ അത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴാണ് മാംഗോ സീസണിൽ ആയിട്ട് പോലും വീട്ടിൽ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ മാങ്ങ ഉറക്കാൻ പോയില്ല. അപ്പൊ അതിൽ നിന്നുള്ള മാങ്ങ എടുത്ത് പഴുപ്പിക്കാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തിട്ട് നമുക്ക് മാംഗോ ലസ്സി ഉണ്ടാക്കാം. വീണ്ടും ആ പഴയ നൊസ്റ്റാൾജിയയിലോട്ട് നമ്മൾ ട്രിവാൻഡ്രം ഭാഷ പറയും പോലെ തൗട്ടി പോകുമെന്ന് പറയും. അതായത് ആ ഒരു ഓർമ്മകൾ നമ്മൾ അത് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടും. നിങ്ങൾ മാംഗോ ലസ്സി കുടിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അറിയല്ലേ? അപ്പോഴതിനായിട്ട് കടയിൽ പോയിട്ട് തൈര് വാങ്ങിക്കണം. അപ്പൊ ഞാൻ പോയി തൈര് വാങ്ങിച്ചിട്ടില്ല. ഓക്കെ ബോയ്സ്, ഫൈനലി നമുക്ക് തൈര് കിട്ടി. തണുപ്പില്ലായിരുന്നു. ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് ഞാൻ പോയി തുറന്നോക്കാം. തണുത്താന്തോ കട്ടയാവോ? കട്ടയൊന്നും ആയില്ല, നല്ല അത്യാവശ്യം തണുത്ത കേട്ടോ. തൽക്കാലത്തേക്ക് അവിടെ ഇരിക്കട്ടെ ഗൈസ്, അവിടെ ഇരിക്കട്ടെ. എന്തെന്നാ, നമുക്ക് മാങ്ങ എല്ലാം കൂടെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ട് അവസാനം തൈര് അതിൽ നിന്ന് പൊട്ടിച്ചൊഴിക്കാം. അതായിരിക്കും നല്ലതെന്നോ. അപ്പൊ നമുക്ക് മാങ്ങ കട്ട് ചെയ്യാൻ പോവാം ഗൈസ്. അങ്ങനെ 2 മാങ്ങ ഞാൻ എടുത്ത് ഇതിനെ ചെത്തിയെടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ മാങ്ങ അത്യാവശ്യം കഴുകി എടുത്ത്. ഓക്കെ, നമുക്കിപ്പോ മാങ്ങ കട്ട് ചെയ്തെടുക്കാം. സെറ്റ് കേട്ടോ, നല്ല പഴുത്ത മാങ്ങ. ഇതിന് ഉരിഞ്ഞെടുക്കണേണ് നല്ലതെന്നാണ്. മറ്റേ നമ്മളെ പരസ്യത്തിൽ കാണുമല്ലോ എങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പരസ്യത്തിൽ നമ്മളെ യൂട്യൂബ് ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമല്ലോ. എന്നിട്ട് ഇതിനിങ്ങനെ വിടർത്തിയൊക്കെ നോക്കുമല്ലോ. ഞാൻ കുക്കൊന്നുമല്ല, അതുകൊണ്ട് സാറ്റിസ്ഫൈങ് ഗൈസ്. സെറ്റല്ലേ? ആ ഓരോ പീസായിട്ട് ഇളവി അങ്ങ് വീണ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളെ കട്ട് ചെയ്താലും പിന്നെ ബാക്കി മിച്ചം കുറച്ച് സംഭവങ്ങൾ വരും. എന്നാൽ ലസ്സി അടിക്കുക ഇതാണ് പരിപാടി കേട്ടോ. നമ്മളന്ന് പറിച്ച മാങ്ങയാണ് ഗൈസ്. മിക്സിയുടെ ജാറ് കഴുകിയെടുത്തേ. ഇനി ഇതിലൂടെ തട്ടാം. മാങ്ങ ഉണ്ടോ? അതാ സെറ്റായിരിക്കും. സെറ്റ് അതാക്കിയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കൊണ്ടുവന്ന് തൈര് ഒഴിക്കാം, പഞ്ചസാര, കുറെ സാധനങ്ങളുണ്ട്. കമാ, ഇത്രയും വേണോ? അത്യാവശ്യം കട്ടിയായി, ഇത്രയും മതി ഒന്നാണ്. പുളിപ്പ് കൂടി പോകും. മാങ്ങ ഞാൻ കുറെ ഇട്ട്, അതാണ് സെറ്റ് കേട്ടോ. സെറ്റ്. ഇനി 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. 1, 2 മതിയാവോ? മാങ്ങേരെ മധുരം ഉണ്ടല്ലോ അല്ലെങ്കിൽ അല്ലേ? മതി. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. എങ്കിലും ഇത് ഇത്രയും തിക്നെസ് വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കുറച്ച് ലൂസ് ആയിരിക്കട്ടെ, മതി. എവിടെ പോണ നീ? ലസീര മണം കേട്ട് തന്ന നോക്കോ, തരാ. എവിടെ പോയാണ്? അല്ലേ ഇപ്പൊ മീനറുത്ത എല്ലാം കൂടെ തിന്ന് സെറ്റായി വയറൊക്കെ ഒഴിപ്പിച്ച് സെറ്റായിട്ട് വന്നിരിക്കുന്നു. ഒരിക്കലും വിശപ്പ് മാറൂല. വിശപ്പിന്റെ അസുഖം ഉണ്ട് ഇതിന്. ഓക്കെ, നമുക്ക് ലസി അടിക്കാം. അതിന്റെ ഇടയ്ക്ക് ഫാറ് കയറി വന്നോണ്ട് ഫാറ് കാണിച്ചു. അയ്യോ, സ്വിച്ച് ഇടാൻ മറന്നു. അവിടെ ഞാൻ വെളിയിൽ എടുത്തോണ്ടെന്ന കണ്ട, നല്ല യെല്ലോ കളർ മാംഗോ ലസ്സി. നല്ല സെറ്റ് ആയിട്ടിരിക്കണം കേട്ടാ. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്ത് ഇനി അതിലോട്ട് നമുക്ക് ഒഴിക്കാം. അയ്യോ, തറയിൽ പോയി. കുറച്ച് തറയിൽ പോയി. ഓക്കെ, സെറ്റ്. ഞമ്മ കുടിക്കാം. സെറ്റ്. മാങ്ങ കുറച്ചുകൂടെ മധുരം ഉണ്ടായിരുന്നേ, പുളിപ്പ് കുറച്ചുകൂടെ കുറഞ്ഞിരുന്നു. തൈരിന് പുളിപ്പ് കുറഞ്ഞ തൈരാണ്, മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിപ്പുണ്ട്. അപ്പൊ രണ്ടുകൂടെ ബാലൻസ് ആയിട്ട് പോകും. പിന്നെ മധുരം കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നാം കേട്ടോ. ഞാൻ കുറച്ചേ ഇട്ടോളൂ മധുരം. അടിപൊളി. കുറെ പഴയ നൊസ്റ്റാൾജിയ സംഭവമൊക്കെ പറഞ്ഞു. അടിപൊളിക്കാം. ഹൈലി ഹെൽത്തി സംഭവമാണ്. നമുക്ക് എത്ര വേണം കുടിക്കാം.
തണുപ്പ് കുറച്ച് പറഞ്ഞു ഞാൻ പിന്നെ തണുപ്പ് ഓവർ കുടിക്കൂല. നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഇടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. സൂപ്പർ സംഭവമാണ്, തന്നെയാ ടേസ്റ്റ്. മണി 3 ഗൈസ്. ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരുന്നു ഇതിനിടയ്ക്ക്. അയ്യോ വയ്യേട്ടാ. അതിനിടയ്ക്ക് ഇതാ ഫുഡ് വന്ന് പൊരിച്ച മീന്, മാങ്ങ, തോരൻ, കുഴിയോളാണ് തോന്നുന്നു കേട്ടോ. കഴിച്ചോളാം ഗൈസ്. കുറച്ച് പൊരിച്ച മീൻ എടുത്ത് വെക്കുക, കുറച്ച് തോരൻ എന്നും കൂടെ ഇട്ടൊന്ന് ഞാൻ അവിടെ എടുക്കാം. മീൻ കറി കുറച്ചെടുത്ത് വയ്ക്കാം. ഒരു പീസ് മാങ്ങ കൂടെ വെച്ച് ഒരു പിടി പിടിക്കാം. അടിപൊളിയായി, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും പറഞ്ഞാൽ ഫാമിലി ഫുഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചൊന്ന് ഫിനിഷ് ചെയ്ത് വരാം. ഓക്കെ പിള്ളേരെ, ഒരു ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതാ എക്സ്പോർട്ട് ചെയ്തിട്ടപ്പോ ടൈം എന്ന് പറഞ്ഞാൽ 5:46 സോറി 5:34. ഇത് കണ്ട എക്സ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തപ്പോ മൊത്തം ടൈം പോയി. ഇന്നത്തെ ഇതാണ് എനിക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് ടൈം കിട്ടാത്ത എഡിറ്റിംഗ്. ഇതും കൂടെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. നമുക്കിപ്പോ എഡിറ്റിംഗ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റൂല. എഡിറ്റ് ചെയ്ത് അതിന്റെ ഒരു ഫിനിഷിംഗ് വന്നാലേ നമുക്കത് അവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന സ്പീഡിൽ എഡിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നോക്കാം, ഡെയിലി വ്ളോഗ് അല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്ത് പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ചില സമയം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കണ്ടന്റ് എടുത്ത് വെക്കാന്ന് വിചാരിക്കുന്ന ഒരു ടൈമിലായിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്. നമ്മൾ ടൈം നോക്കുമ്പോൾ 3 മണിക്ക് കണ്ട സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഇപ്പൊ 2-2.5 മണിക്കൂർ അതെങ്ങനെ പോയി. ഇനിയിപ്പോ നേരെ വർക്കൗട്ട് ചെയ്യണം. ഇന്ന് ലൈവ് ഉണ്ട്. എല്ലാം കൂടെ എന്റെ പൊന്നോ ഒത്തിരി പണികൾ ഇടയ്ക്കാണ്. വർക്കൗട്ട് ചെയ്ത് കുളിച്ചൊന്ന് സെറ്റ് ആയിട്ട് വേണം ലൈവിലോട്ട് പോകാൻ. നല്ല പണിയാണ് ഇന്നത്തെ ദിവസം. ഞാൻ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി അങ്ങോട്ട്. അയ്യോ മണിത 5:30. എന്താ ലൈറ്റൊക്കെ ഒന്ന് കുറഞ്ഞ്. ഇത് നമ്മളെ തെറ്റി പോവാണ്. എന്താണ്ടോ മുട്ടിട്ട് നിൽക്കണല്ലോ. എന്റെ പൂവൊന്നും കാച്ചില്ല. പക്ഷെ പൂവൊന്നും പൂത്തില്ല. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അമ്പലത്തിലെ പാട്ടൊക്കെ ഉണ്ട്. ഒരു ഈവനിങ് വൈബായി നല്ല. ഇനി വർക്കൗട്ട് ചെയ്യണം. ഇനി ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകാൻ. വർക്കൗട്ട് 30 ഡേ വർക്കൗട്ട് ചാലഞ്ച് എടുത്തോണ്ട് 30 ഡേ അല്ലേ നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൊത്തത്തിൽ കൊണ്ടുവരാണ് ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് നമ്മളെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം. നമ്മൾ ഡെയിലി പല്ലിക്കുകയും കുളിക്കുകയും ചെയ്യണ പോലെ തന്നെ ഡെയിലി ഈ ഒരു സംഭവത്തിനെ കൊണ്ടുപോകണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതങ്ങനെ നടക്കും. ഹലോ ഭാർഗവ് ഇതാ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. ഭാർഗവിയുടെ കൈ കണ്ടാ കഴിച്ചാണ്ട് ഈ സൈഡ് ഞാൻ തൊടാൻ സമ്മതിക്കൂല. ഇതാണ്ട ഈ സൈഡ് കണ്ടാ തൊടനില്ല. അതിന് കണ്ട വേറെ പൂച്ചയുടെ കടി കൂടി ഇതാ മുറിച്ച് വെച്ചിരിക്കുന്നു. കണ്ട ചില്ലറ പൊളപ്പല്ല കൈ ഇരിക്കണം നിന്റെ അല്ലേ. വേറെ പൂച്ചകളുടെ കടി കൂടും, ഞെരിച്ച കടി കൂടെ കൂടും. കണ്ടാ പറയോ, കണ്ടാ പാവം പോലെ ഇരിക്കും. ഇത്രയും പാവപ്പെട്ട ഒരു ജീവിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ പൂച്ചകളെ പറ്റി ഞാൻ ഒരു കാര്യം കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ബട്ട് എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് ഇത് ഫുഡിന് വേണ്ടി മാത്രം നമ്മൾ ഒരുപാട് സ്നേഹിച്ച് അടുത്തുകൂടി നിന്നിട്ട് ഫുഡ് കിട്ടിയ ഉടനെ പൂച്ചയുടെ കാര്യം നോക്കി പോകും. പക്ഷെ പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്താൽ അത് ഭയങ്കര നന്ദിയോടെ നമ്മൾ എപ്പോഴും സ്മരിക്കും. എന്ന് വെച്ചാൽ നമ്മളെ കൂടെ കാണും. കാരണം നമ്മളൊരു ബിസ്ക്കറ്റ് ഇട്ട് പടിയെ പോണ ഒരു പട്ടിയായാലും മതി. ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇട്ട് കൊടുത്തതിന്റെ ഓർമ്മ അത് ഇന്ന് കാണിക്കും, വന്ന് പാലാട്ടും. പക്ഷെ പൂച്ച അങ്ങനെയല്ല. പൂച്ച വേറെ ലെവല് സാധനമാണ്. ഇനി ഇവിടുന്ന് വീടിന്റെ ടെറസിന്റെ മണ്ടയ്ക്ക് കയറിയാലേ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവിടെ പോയി വർക്കൗട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കുളിച്ച് റെഡി ആയി നേരെ ലൈവിലോട്ട് പോണം ഗൈസ്. എല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ്. അപ്പൊ ഞാൻ ഒന്ന് ഫ്രഷ് ആയി സെറ്റായി. ഇനി നമുക്ക് നേരെ ലൈവിലോട്ട് പോകാം ഗൈസ്. ഇതാ കണ്ട ഈ ട്രൈപോഡിലാണ് ഞാൻ ലൈവ് എടുക്കുന്നത്. ഇതിൽ റബ്ബർ ബാൻഡൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ഫോൺ അങ്ങ് വെക്കുക. പിന്നെ ഈ ഫോണ് എന്റെ കയ്യിരിപ്പുണ്ട്. ഈ ഫോണിലായിരിക്കും അടുത്ത് നിങ്ങൾ കാണാൻ പോകും. അതാ കണ്ട എന്റെ ഫേസ് കണ്ട. ട്രൈപോഡിലോട്ട് ഒന്ന് മൗണ്ട് ചെയ്യട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ലൈവിലോട്ട് പോകാം. 4 ഇയർ സ്പെഷ്യൽ ലൈവ്. ഓക്കെ, ലൈവിന്റെ കുറച്ച് ബിറ്റ്സ് ഞാൻ കാണിച്ചു തരാം. അതാ ഞാൻ മൊബൈൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നേരെ നമ്മൾ ലൈവിലോട്ടാണ് പോണം. ഓക്കെ, ഇതെന്റെ ഓൾഡ് റെഡ്മി ഫോൺ വെച്ചാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇതിൽ എത്രമാത്രം ക്വാളിറ്റി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് ലൈവ് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോകണം. നമ്മുടെ ബ്രദേഴ്സ് വ്ളോഗ് ഒരു ഹായ് കാണിച്ചായിരുന്നു. പിന്നെ സൂര്യനാഥ്, കൃഷ്ണനാഥ് എല്ലാവരെയും അക്കൗണ്ടാണ് അല്ലേടാ. ഓക്കെ, അപ്പോഴും നമ്മള് വ്ളോഗ് ഇവിടെ വെച്ച് ലൈവ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. കുറച്ച് ആൾക്കാർ എന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊപ്പം നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റി. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. പിന്നെ ഇതാ ഇവരെല്ലാം ലൈവിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളി ഗെയിമറൊക്കെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ,
ഗൈസ് അപ്പൊ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ട് വരാമേ. ഓക്കെ ഗൈസ്, ആ ലാസ്റ്റ് ലൈവ് കഴിഞ്ഞപ്പോ തന്നെ എന്റെ പടം പപ്പടമായി, എന്റെ ഊപ്പാടമായി. കുറെ നാൾ ലൈവ് പോയപ്പോ ടൈർഡായി. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആയ കുറെ പേരോട് സംസാരിക്കാൻ പറ്റി. നിങ്ങൾ എല്ലാവരും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗൈസ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് എനിക്ക് മുമ്പോട്ടും വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റുള്ളൂ. ഇപ്പൊ ഈ ഒരു 4th ആനിവേഴ്സറിയിൽ ഞാൻ ഉദ്ദേശിച്ച 3 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, ഒരു മാംഗോ ലസ്സി കുടിക്കണം എന്നുള്ള സംഭവം നടന്ന്. 2, വർക്കൗട്ട് നടന്ന്. 3 എന്ന് പറയാൻ ലൈവില് പോകുന്നുള്ള സംഭവം. സോ 3 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഡേയിൽ ഫിനിഷ് ചെയ്ത് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക്. പിന്നെ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു, പാറയുടെ മണ്ടയിൽ പോയി നിന്നിട്ട് ഒരു പൊതിച്ചോറ് ഇങ്ങണമെന്നുള്ള ആ ഒരു വൈബ് ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് അതിന്ന് നടന്നില്ല. നമ്മൾ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഡേയിൽ അത് ചെയ്യാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 4th ആനിവേഴ്സറിയിൽ അന്ന് ചെയ്യണമെന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അത് നടന്നില്ല. നമ്മൾ എഡിറ്റിംഗിന്റെ ടൈമും വീഡിയോ ഇടുന്ന എല്ലാം കൂടെ ആയപ്പോൾ നടക്കാത്തതാണ്. കുഴപ്പമില്ല. എന്തായാലും 4th ആനിവേഴ്സറി ഇന്ന് 4 കൊല്ലം തികഞ്ഞ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. താങ്ക് യു ഗൈസ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന്, സപ്പോർട്ടിന്, അത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും അതും എന്റെ ലൈഫിൽ മറക്കില്ല. കാരണം പറയാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുള്ള ലൈഫില്. സോ നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം. എന്താണ്, നമ്മൾ ഈ ഒരു ജേർണി ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയ പോലും അതിനെ നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നതായിരിക്കും ഗൈസ്. ഒരു കാര്യം ഞാൻ പറയാം, മിസ്റ്റർ ബീസ്റ്റിന് 501 സംതിങ് വീഡിയോ എന്തോ എടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ വൈറലാണ്. അതുപോലെ നമ്മുടെ ഈ ജേർണി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഗൈസ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയ സംഭവം. സോ നമ്മളെ ജേർണി നമ്മൾ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ഗൈസ്. അപ്പൊ വൺ ഐഡിയ ലൈഫ്, കീപ് ഗോയിങ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെന്താണ്, അപ്പൊ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ഞെക്കിട്ട് ബെല്ലൈക്കണിൽ ഒരു പീസ്.